അല്ല അതിൻ്റെ അകത്ത് നമ്മൾ കോംപ്രമൈസും ചെയ്തിട്ടില്ല. അതെല്ലാം പക്കയാണ്, മൊത്തം കംപ്ലീറ്റ് ആണ്. ആ ഇവിടെ കാശിൻ്റെ കാര്യത്തിൽ നമുക്കത് വേറെ നോ ബാർബറിങ്. ആ 3 ലക്ഷം രൂപ ആ അത് തന്നേക്കാം. ഇല്ലേ അതെ അതിൽ കുറച്ച് അതൊക്കെ നമ്മുടെ അഭിമാനത്തിൻ്റെ പ്രശ്നം. ആ ആ ആ ആ ആ അല്ല അത് ചോദിക്ക്. അല്ല അല്ല അങ്ങനെ ഉണ്ടെങ്കിൽ മതി, ഇല്ലെങ്കിൽ വേണ്ട. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ആടാ ഞാൻ വിളിക്കാവേ. എന്തായാലും ഞാൻ സംസാരിക്കും കേട്ടോ. എന്താ നോമൊന്ന് കാണാൻ വന്നതാണ്. ആണോ? കണ്ടില്ലേ? ഓ ഇനിയിപ്പോ അല്ല നമുക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്ത് കാര്യം? എന്താ? എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. നമ്മൾ ഇടയ്ക്ക് പാചകത്തിലൊക്കെ കുറച്ചുകൂടെ ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ കുറച്ചുകൂടെയൊക്കെ ഒന്ന് റെഡി ആവാനുണ്ട് കാര്യങ്ങളൊക്കെ. ആ നമുക്കേ ഈയിടെയായിട്ട് അഭിനയത്തിൽ ഞാനൊരു ആഗ്രഹം. അഭിനയിക്കാൻ ആഗ്രഹം അതെല്ലാവർക്കും ഉള്ള, അത് കുഴപ്പമൊന്നുമില്ല, അത് കാര്യമാക്കണ്ട. അത് ആ ഒരു തോന്നലിലങ്ങ് വിട്ടാച്ചാൽ മതി, അത് ഫോളോ ചെയ്യണ്ട. ചെയ്യണ്ടല്ലേ? അത് വേണ്ട, അത് ശരിയാവും. അല്ല നമുക്ക് അഭിനയിക്കാൻ താങ്കളുടെ ഒരു പടത്തിലെ പുതിയ പടത്തില് അഭിനയം എന്ന് പറയുന്നത് പുള്ളളിയാണെന്നാണ് വിചാരിച്ചേക്കുന്നത്. സിനിമയെ കുറിച്ച് ഒരു മിനിമം നോളജ് ഇല്ലാതെ അഭിനയിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മോശമാണ്. വേണമെങ്കിൽ ഞാൻ അഭിനയം പഠിക്കാനുള്ള ഏതെങ്കിലും ആൾക്കാരെ ഞാൻ ഏൽപ്പിച്ചു തരാം. അതിൻ്റെ അകത്ത് നവരസങ്ങളൊക്കെ പഠിച്ചെടുത്തിട്ട് ഇതിന്റെ കുറച്ചും കൂടെ ഒക്കെ ഒന്ന് അറിയാനുണ്ട്, കാര്യങ്ങൾ അറിയാനുണ്ട്. അല്ല ഈ പടത്തിലപ്പോ എനിക്ക് വേഷം അല്ല നായകനൊന്നും വേണ്ട. നായകനെല്ലാവരും തരൂല്ലേ? നായകന്റെ ഉപനായകനറ്റ ഇതിപ്പോ ഞാനിവിടെ താമസിക്കുന്നുണ്ടാണല്ലോ. മുടിന്റെ ഒരു പ്രശ്നമല്ലേ ഉള്ളൂ. മുടിയിലൊന്നും അല്ല കാര്യം, മനസ്സിലായി? അപ്പൊ ഞാൻ വേണമെങ്കിൽ ലാലേട്ടൻ്റെ കാണിക്കാം. ഇവിടെ താൻ എന്താണ് കാണിക്കുന്നത്? തനിക്ക് അഭിനയിക്കാൻ അറിയാൻ പാടില്ലടോ. ഇവിടെ താൻ രസങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തക്കാളി ഇട്ടുണ്ടാക്കണ രസത്തിന്റെ കാര്യമല്ല ഈ പറയുന്നത്. ഫേസിൽ ഭാവങ്ങൾ വരണം. താൻ വല്ല തക്കാളി ഇട്ട് രസം ഉണ്ടാക്കാൻ നോക്കാം ആദ്യം, അത് കഴിഞ്ഞിട്ട് മതി അഭിനയമൊക്കെ. ശരി ഞാൻ ഉണ്ടാക്കാം. അഭിനയിക്കാൻ നടക്കണ ഞാൻ ഉണ്ടാക്കി കൊടുക്കാം, രസം നന്നായിട്ട് ഉണ്ടാക്കി കൊടുക്കാം. സ്ക്രിപ്റ്റിന്റെ കാര്യം എന്താ നമ്മുടെ വിളിച്ചു ചോദിക്കായിരുന്നു. സ്വിച്ച് ഓഫ്. ആകെ 50 രൂപയുടെ പോപ്കോൺ മേടിച്ചാലും 30 രൂപ എണ്ണ തന്നെ അടിച്ചു. ഹലോ, എങ്ങനെയുണ്ടായിരുന്നു സിനിമ? സൂപ്പർ, അടിപൊളി സിനിമ. ഷോ നിങ്ങൾക്ക് എന്നെയും കൂടെ കൊണ്ടുപോകാൻ പാടില്ലായിരുന്നോ? അല്ല അത് ശോഭന ഞാൻ പറഞ്ഞില്ലേ ഒരു പ്രാവശ്യം നീ കൊണ്ടുപോവാന്ന് ശോഭനെ. അല്ലെങ്കിൽ കുഴപ്പമില്ല, എനിക്ക് സിനിമ ആണെങ്കിൽ എന്നെ സുബ്ബു കൊണ്ടുപോയിക്കോളും. പിന്നെ ഞാൻ എന്റെ കഥ ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ആലോചിക്കായിരുന്നു. അപ്പൊ അത് ആരോടെങ്കിലും ഒന്ന് പറയണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം. ഞാൻ ഒന്ന് പറയട്ടെ. അതായത് ഈ നായിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോളനിയിൽ താമസിക്കുന്ന ഒരു ഭാര്യ, ഒരു ഹൗസ് വൈഫ്. അപ്പം അവരുടെ അയൽവക്കക്കാരായിട്ട് ഒരു പുതിയ ഫാമിലി ഇങ്ങനെ വരികയാണ്. അപ്പൊ അതിനകത്തൊരു പയ്യനുണ്ട്, അതാണ് നായകൻ. ഒരമ്മയുണ്ട്. അപ്പൊ ഇവള് ഇങ്ങനെ ഈ പുതിയ ആൾക്കാർ വന്നിട്ട് ഇവക്ക് എന്തൊക്കെയോ ദുരൂഹത തോന്നും. എന്നിട്ട് ഇവള് അവരുടെ ലൈഫിന്റെ പുറകെ ഇങ്ങനെ മറ്റേ ഭൂതക്കണ്ണാടി വെച്ച് പോകില്ലേ, പെണ്ണുങ്ങളുടെ ഒരു പ്രത്യേക കഴിവുണ്ടല്ലോ, അത് ഉപയോഗിച്ച് പോകുന്നു. എന്നിട്ട് ഇവന്മാരുടെ കള്ളത്തരം മുഴുവൻ കണ്ടുപിടിക്കുന്നു. പിന്നെ ഇവന്മാരൊരു മേർഡർ ഒക്കെ നടത്തിയിട്ടുണ്ടാവും. എന്നിട്ട് ഈ കൊലപാതകം കണ്ടുപിടിക്കുന്നു. ഒരു ഫൈറ്റ്, ഒരു ഗംഭീര ഫൈറ്റും സാധനവും ഒക്കെ ആയിട്ട് ഈ നായിക അങ്ങനെ പോലീസുകാരെ ഇതൊക്കെ അറിയിക്കുന്നു. ശോഭനെ ഞങ്ങളിപ്പോ ഈ പടം ഈ കഥ തന്നെ ഞങ്ങളിപ്പോ കണ്ടത്. നോവേ அந்த பையன் ஃப்ராடுமா, நான் அன்னைக்கே சொன்ன பேரு இவனெல்லாம் ஃப்ராடு. இது வந்த சினிமா, அவன் அந்த படம் பார்த்துட்டு உனக்கு கதை சொல்லி உன்னை ஏமாத்திட்டு இருக்கான். ശോഭന ഞങ്ങൾ നിങ്ങളുടെ തൊട്ടടുത്തല്ലേ താമസിക്കുന്നത്, നിങ്ങൾക്ക് നല്ലത് വരാൻ വേണ്ടിട്ടല്ലേ ഞങ്ങൾ പറയുള്ളൂ. இல்ல நீ போய் இன்னொரு தடவை பாரு அந்த படம், உனக்கு புரியும் நாங்க சொல்றது உண்மையா பொய்யான்றது. മറ്റേ കോപ്പിറൈറ്റ് ഒക്കെ കിട്ടൂട്ടാ ഇതൊക്കെ കൊണ്ട് സിനിമ. സത്യമായിട്ടും നായിക ഇത് നിങ്ങൾ കണ്ട മാറിപ്പോയിട്ടായിരിക്കും. ഈ നായിക അവസാനം ക്ലൈമാക്സില് മറ്റേ നായകനെ ഇടിക്കുന്ന സീനൊക്കെ ഉണ്ട്. അത് തന്നെ സംഭവം. ഇതന്നെ ഞാൻ കണ്ടിട്ടൊന്ന്. ഇത് ഞങ്ങൾ ഇവൾക്ക് നല്ല ഇഷ്ടമായ സിനിമ. ചോദിച്ചു നോക്കി, അവൾ ഓരോ കഥയും വേണേ പറഞ്ഞു ഞാൻ ഓരോ സീൻ ബൈ സീൻ പറഞ്ഞുതരാം. വേണ്ട, നിങ്ങൾ പൊക്കോ, എന്റെ മൂഡ് പോയി. പോണെങ്കി പോട്ടെ. ശരി. കഥ ഞാൻ വായിച്ചു. ഞാൻ തിരുത്താൻ നിൽക്കരുത് കേട്ടോ. പടം കൊള്ളാം, പടം അടിക്കും. അത് എനിക്കറിയാലോ. പടം എന്തായാലും ഒരു 50 കോടി അടിക്കും എന്നുള്ള എനിക്ക് ഉറപ്പില്ല. പക്ഷേ കാസ്റ്റിങ്ങിന്റെ ഇനി എന്താ ചെയ്യണം? കാസ്റ്റിങ് ഞാൻ ശോഭനയോട് പറഞ്ഞിട്ടുണ്ട്. അല്ല അവള് തന്നെ ഏറ്റത്. ശോഭനയോട് എന്താ പറഞ്ഞിട്ടുണ്ടെന്ന്? കാസ്റ്റിങ്. എന്നാ പിന്നെ ഇതൊന്നും വെച്ച് നീ അങ്ങ് ചെയ്തോ. അവൾക്ക് അഭിനയിക്കാനൊന്നും അറിയത്തില്ല, നിനക്ക് വട്ടാന്നോ? അപ്പൊ ശോഭയെ നമുക്ക് ഒഴിവാക്കാം എന്നാണ് പറഞ്ഞു വരുന്നത്.
പടം ഓടണോ? ഇപ്പൊ കാസ്റ്റിംഗ് നീ ആരെ ഏൽപ്പിക്കും ഇപ്പം നിലവില്? നിലവില് ദീപികയെ പിച്ച് ചെയ്യാന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അയ്യോ ആ? അതെ ആ? എന്തോ ഇവിടെ ഒരു കുഴപ്പമുണ്ട്. എന്ത് കുഴപ്പം? അതല്ല ആ? നളിനാക്ഷൻ പറഞ്ഞ കഥയില്ലേ, ആ, ആ, ആ. ആ. ആ കഥ അതേപോലെ ഒരു സിനിമയായി വന്നിട്ടുണ്ട്. അല്ല, മുത്തും ചന്ദനും ഇപ്പൊ സിനിമ കാണാൻ പോയപ്പോ അവര് കണ്ട സിനിമേന്റെ കഥ ഇത് തന്നെ, സെയിം. അങ്ങനെ വരാൻ വഴിയില്ല. അത് അങ്ങനെ വന്നു. ഇറ്റ്സ് ഇമ്പോസിബിൾ. ഇറ്റ്സ് പോസിബിൾ. അളി ഞാനിത് 2 കൊല്ലം മുമ്പ് ലോക്കിയുടെ കഥയാ. ആ വെറുതെ അല്ല, അപ്പൊ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, അവരെ അടിച്ചു മാറ്റി കഥയാക്കിയിട്ടുണ്ടോ? അല്ലാണ്ട് എന്താ ഇപ്പൊ? അവ എഴുത്ത് പഠിച്ച തന്നെ കഴിഞ്ഞ ആഴ്ച അടിച്ചു മാറ്റി ഇവിടെ കഥ ഉണ്ടാക്കുന്നത്. അവന്റെ കഥ നല്ല കഥയായിരുന്നു. നിന്നെ കൊണ്ട് ഇതുവരെ അങ്ങനെ എഴുതാൻ പറ്റിയിട്ടുണ്ടോ? പിന്നെ വെറുതെ എന്തിനാ അവനെ ഇൻസൾട്ട് ചെയ്യുന്നേ? മുത്ത് കാണാൻ പോയ കഥ ഞാൻ കൊണ്ടൊന്ന് പോയി കാണട്ടെ. അതെ, നമുക്ക് ഈ പെണ്ണ് മറ്റേ ഇതെന്നുള്ളതിന്റെ പശ്ചാത്തലം മാത്രം മാറ്റി പിടിക്കാൻ പറ്റുമോ? അങ്ങനെ ഒന്നും മാറ്റാൻ പറ്റുന്നില്ല. സ്ക്രിപ്റ്റ് തന്നെ പുള്ള കളിക്കണ അല്ല, കളി. ക്യാരക്ടറിന്റെ സ്വഭാവം അങ്ങോട്ട് മാറ്റിയാലോ? അങ്ങനെയൊന്നും പറ്റുള്ളൂ. ഇതൊക്കെ 2 കൊല്ലം മുമ്പ് നീ ഞാൻ ഇങ്ങോട്ട് വന്നേ ഒന്ന്. അല്ല, അപ്പൊ നമുക്ക് ഈ സിനിമ ചെയ്യാൻ പറ്റത്തില്ലേ? ഒരാൾ ചെയ്ത പടം 3-4 വട്ടം നമുക്ക് ചെയ്യാൻ ഒക്കും. വേറെ വേറെ ഭാഷകൾ നമുക്ക് അടുത്ത ആഴ്ചത്തേക്ക് നോക്കാം. ഈ ആഴ്ച ഒക്കത്തില്ല കേട്ടോ. നിനക്കെന്താ ഇത്ര പുച്ഛം? അഹങ്കാരി. എന്നാലും എന്റെ ഭാഗ്യം തെളിഞ്ഞു എന്ന് വിചാരിച്ചിട്ട് എല്ലാം പോയല്ലോ ദൈവമേ. സത്യം പറയടോ, ഏത് പടത്തിന്റെ കഥയാത്? എടാ ഞാൻ എഴുതിയതാണ്, നിനക്ക് എന്നെ വിശ്വാസമില്ലടാ. നീ വല്ല റിവ്യൂ പറയാ, ഏതോ തിയേറ്ററിൽ പോയപ്പോ കിട്ടിയ കഥയാ. സത്യം പറ, സത്യം പറ, അല്ലെങ്കിൽ ഇന്നുകൊണ്ട് നിന്റെ പൊറുതിയാൻ മാറ്റി വിടുന്നത്. എടാ അങ്ങനെ അല്ലടാ, നീ എന്റെടാ, ഞാനൊരു തിരക്കഥാർത്ഥല്ലേ. അപ്പൊ ഞാൻ ഇങ്ങനെ എഴുതുന്നത് നിനക്ക് വിശ്വാസമില്ല. നീ എനക്ക് ഡയറക്റ്റ് തിരക്കഥാകൃത്താന്ന് അവളുടെ അടുത്ത് എന്ന് തള്ളിയാൽ മതി കേട്ടോ. 7ാം ക്ലാസ് വരെ പഠിച്ചവനൊക്കെ എഴുത്തും വായന അറിയാതെ നിൽക്കും. 2 ആഴ്ച മുന്നേ എഴുതാൻ തന്നെ പഠിച്ചു. സത്യം പറഞ്ഞോ? പഠിച്ച ക്ലാസിന്റെ വലിപ്പം അനുസരിച്ചാണോ തിരക്കഥയുടെ ഇതിരിക്കുന്നത്? നീ എന്താ അങ്ങനെയൊക്കെ പറയുന്നത്? എടാ നളിൻ ജോസ്, നീ കഴിഞ്ഞ ആഴ്ച ഏതോ പടത്തിന്റെ റിവ്യൂ പറയാൻ പോയപ്പോ കിട്ടിയല്ലടാ. സത്യം പറയടാ, ഒടിക്കും ഞാൻ ഈ കൈ. അയ്യോ, റിവ്യൂ പറയുമ്പോ കിട്ടിയല്ല, ഞാൻ പിന്നെ തിയേറ്റർ പടം കണ്ടപ്പോ കിട്ടിയതാ. എടാ അത് നല്ല പടമായിരുന്നു. പക്ഷെ അതിനകത്ത് ഞാൻ മൊത്തത്തിലൊന്നും എടുത്തിട്ടില്ല. അതിൻ്റെ അകത്തുനിന്ന് ചെറുതായിട്ട് ഉള്ള കാര്യങ്ങൾ എടുത്തിട്ടുള്ളൂ. എടാ നിനക്ക് അറ്റ്ലീസ്റ്റ് ഇതിനകത്ത് താമസിക്കാൻ ഒരു ഇടം തന്നവനല്ലേടാ ഞാൻ. നീ എന്നോടാന്നോടാ ഈ പണി ചെയ്യുന്നത്? ഒന്നാമത് തലയ്ക്ക് സ്ഥിരത ഇല്ലാത്ത ഒരു പെണ്ണും പിള്ളേം ഒരു വട്ടം കൂട്ടുകാരനും. ആ അതാരാ? നീ ഞാനായിരുന്നു. ശേ അല്ലടാ, എനിക്കൊരു കോള് വരുന്നടാ. നോക്കി എന്തായാലും വേറെ എന്തെങ്കിലും കൂടായി പൊപ്പിച്ച് കാണും. ഞാൻ അങ്ങനെ നമ്പരാണല്ലോ. ഹലോ. ഹലോ മിസ്റ്റർ നളിൻ ജോസ് പെരേരാണോ? അതെ 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 അതെ. ഇത് ഇവിടെ സ്റ്റേഷൻ, നമ്മുടെ പാലാഴി സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാ? പോലീസ് സ്റ്റേഷൻ വിളിക്കുന്നത്. അല്ല കേട്ടോ, അല്ല തലക്കറി ഇറങ്ങണോ? അല്ല ഞാൻ അങ്ങനെ എന്താ സാറേ കംപ്ലൈന്റ് ഉണ്ടല്ലോ. ഇന്ന് എന്ത് കംപ്ലൈന്റ്? നീയാണോ ഈ എറണാകുളം തിയേറ്ററിൽ വന്നൊക്കെ റിവ്യൂ പറയണത്? അല്ല സാറേ, അത് ആണോ അല്ലയോ? അതെ. നീ ഒരു ഏതോ സിനിമ തിരക്കാതെ കംപ്ലൈന്റ് ഉണ്ടല്ലോ. തിരക്കറി ഞാനൊന്നും ഉരുളലുണ്ടോ? സത്യം പറ. ഞാനത് പുറത്തൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ കുറച്ച് പേരോട് ഇങ്ങനെ പറയല്ലാണ്ട് ഞാനങ്ങനെ ഒരു മണി അടുത്ത ബസ് നേരെ സ്റ്റേഷനിൽ പോയി ബാക്കി ഇവിടെ പറയാം. അത് സാറേ എന്റെ വണ്ടി കാശില്ല സാർ. നടന്നു വേണം. നടന്നേനി എനിക്ക് സ്റ്റേഷൻ അറിയാൻ പാടില്ല സാറേ. എനിക്ക് കൂടുതൽ സംസാരമില്ല. അല്ല ഞാൻ ചോദിച്ചു വന്നോളാം. ഞാൻ പൂട്ടും, ആട്ടപ്പട്ടണം ഞാൻ പൂട്ടും. അല്ല എന്നാ ഞാൻ ചോദിച്ചു വന്നോളാം. എൻ്റെ കൂടെ ഒരു കൂട്ടുകാരനോടെ ഉണ്ടേ. കൊട്ടിക്കുറ കാൽ സ്വാധീനക്കുറവുണ്ടോ? ആ നീ രക്ഷപ്പെട്ട്. ഞാൻ വന്നോളാം സാറേ. മര്യാദയ്ക്ക് ശേഷം ഇതിന് ആട്ടപ്പട്ടണം ഞാൻ പൂട്ടും. എന്തുവാടാ നീ ഞെടുക്കുന്നത്? ആരാ വിളിച്ചത്? അത് ഞാൻ പറഞ്ഞില്ലേ, ട്രൂ കോളർ ആലാരും CA. എന്തിന്? നീ എനിക്ക് ചാൻസ് തരില്ല. അഭിനയിക്കണം, അവന് കലാതിലകാവണം. അവൻ്റെ മലയാള സിനിമേൻ്റെ അടിവേരി ഞാൻ അട്ടിയോടെ മുറിക്കും. ഇനി അവനോരോ വീരാൻകുട്ടീൻ്റെ അടുത്താണോ അവൻ്റെ കളി? ഹലോ 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 ഇത് ഹനുമാൻസ് കോളാണ്. എന്ത് അനോണിമസ് കോൾ ആണെന്നോ? ആ അതന്നെ. ഇത് വീരാൻകുട്ടിയല്ലേ? വീരാൻകുട്ടിയോ? ഇത് ദേവസ്യാണ്. ഇത് വീരാൻകുട്ടിയാണല്ലോ കാണിച്ചത്. അതെന്റെ തൂലികാനാമ. എന്താ വിളിച്ച് കാര്യം എന്താ? ഞങ്ങൾക്ക് കാര്യമായിട്ട് ഗൗരവമായിട്ട് എടുക്കണം കാര്യം. അത് പറഞ്ഞിട്ട് അലയിക്കാം, പറ. എന്താന്ന് വെച്ചാൽ ഇവിടെ ഒരുത്തൻ മലയാള സിനിമയുടെ
കഥകൾ അടിച്ചു മാറ്റിയിട്ട് തിരക്കഥയാക്കി വിൽക്കാൻ ശ്രമിക്കുന്നുണ്ട്. മലയാള സിനിമയുടെ അധപ്പതനം ഇവനിലൂടെ ആയിരിക്കും. എനിക്ക് എങ്ങനെയെങ്കിലും മലയാള സിനിമയെ രക്ഷിക്കണം. ഓ മൈ ഗോഡ്, തിരക്കഥ മോഷണോ? തീർച്ചയായിട്ടും അത് തന്നെയാണ്. അവനെ കണ്ടാൽ അറിയാം അവനാൾ ശരിയല്ല. അപ്പം പല സിനിമകളിലും ഇതേപോലെ അടിച്ചു മാറ്റി വിറ്റിട്ടുണ്ട്. തെളിവുണ്ടോന്ന്? ഉണ്ട്. കയ്യോടെ വന്നാൽ കയ്യോടെ പിടിക്കാം. എന്തായാലും ഒന്ന് കൊണ്ട് വിരട്ടുന്നത് നന്നായിരിക്കും. അതിന് മാത്രമൊന്നുമില്ല, എന്നാലും അവനൊന്ന് വിരട്ടിയിടും. എന്തായാലും ഒരു 10-200 ഏത്തടിക്കണം. എനിക്ക് ആളുടെ കോണ്ടാക്ട് നമ്പർ ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? പിന്നെന്താ, ഓന്റെ ജാതകം വരെ നമ്മളെ കൈമിലുണ്ട്. ഇത് കല്യാണാലോചനക്കല്ല, പോലീസ് സ്റ്റേഷൻ. അല്ല വേണമെങ്കിൽ തരാ. ഏത്തടുന്ന കാര്യം മറക്കണ്ട. ഇത് അമ്പലല്ല ഗണപതിക്ക് ഏത്തടാൻ. ഇപ്പൊ പറഞ്ഞുതരാം. നമ്പർ ആയിക്കോളൂ. ഒരു മിനിറ്റ്. ഇല്ല, ഞാൻ കയ്യിൽ എഴുതി വെച്ചിട്ടുണ്ട്. പറ. 93 93 88 88 45 45 610. 610. ശരി, അപ്പോ വിളിക്കുമല്ലേ? വെച്ചിട്ട് പോടാ. എന്താണ്? ശരി. ഓ, എന്തൊരു ആശ്വാസം. ഇപ്പോഴാണ് മനസ്സിനൊരു മനസുഖം.